നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CST 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. അതെ. ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു വിഷയമാണിത്. രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്, പ്രോസസർ ലോജിക് ഡിസൈൻ. ഇതൊക്കെ KTU പരീക്ഷയ്ക്ക് എങ്ങനെ സിമ്പിളായി പഠിക്കാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും. ഈ മൊഡ്യൂളിന് നമുക്കൊരു ഒരു പ്രോസസർ ഉണ്ടാക്കുന്ന കഥ പോലെ കാണാം. ഓ, കൊള്ളാമല്ലോ. ആദ്യം നമുക്ക് ഡേറ്റ വയ്ക്കാൻ കുറച്ച് രജിസ്റ്ററുകൾ വേണം. പിന്നെ ആ ഡേറ്റയിൽ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ചെയ്യണം. അതാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. ശരി. അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള കണക്കുകൂട്ടലുകൾ ചെയ്യാൻ ഒരു ബ്രെയിൻ വേണം. അതാണ് പ്രോസസർ ലോജിക് ഡിസൈൻ. ഈ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. വളരെ നല്ലൊരു തുടക്കം. അപ്പോൾ ആദ്യത്തെ ഭാഗം, ഈ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത്, ഒരു രജിസ്റ്ററിൽ നിന്നും മറ്റൊന്നിലേക്ക് ഡേറ്റ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതൊരു കട്ട് പേസ്റ്റ് പോലെയാണോ? നല്ല ചോദ്യം. അതൊരു കോപ്പി പേസ്റ്റ് പോലെയാണ് ശരിക്കും. ഓക്കെ. അതായത് ഡേറ്റയുടെ ഒരു കോപ്പി പുതിയ രജിസ്റ്ററിലേക്ക് പോകും. പഴയതിലെ ഡേറ്റ അവിടെ തന്നെ കാണും, മാഞ്ഞു പോകില്ല. ഈ ഡേറ്റയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെയാണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. മൈക്രോ ഓപ്പറേഷൻസ് അതെന്തിനാണ് അങ്ങനെ വേർതിരിക്കുന്നത്? കാരണം ഒരു പ്രോസസ്സറിന് ഒരുപാട് ജോലികളുണ്ട്. കണക്ക് കൂട്ടണം, തീരുമാനങ്ങൾ എടുക്കണം, ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതെ. ഈ ജോലികളെല്ലാം ഏറ്റവും ചെറിയ ഘടകങ്ങളായി തിരിക്കുന്നതാണ് മൈക്രോ ഓപ്പറേഷൻസ്. പ്രധാനമായും 3 ഉണ്ട്. അരിത്മെറ്റിക്, ലോജിക്, പിന്നെ ഷിഫ്റ്റും അല്ലേ? അതെ അതെ. അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ കൂട്ടുക, കുറയ്ക്കുക, ആ കാര്യങ്ങൾ. ഓക്കെ. തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ശരി. പിന്നെ ഷിഫ്റ്റോ? ഷിഫ്റ്റ് ഒരു സൂത്രപ്പണിയാണ്. രജിസ്റ്ററിലെ ഡേറ്റയെ ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കും. ഇത് വളരെ വേഗത്തിൽ ഗുണിക്കാനും ഹരിക്കാനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. കൊള്ളാം. അപ്പം നമുക്ക് ഡേറ്റ നീക്കാനും അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനും മനസ്സിലായി. ഇനി യഥാർത്ഥ കണക്കുകൂട്ടലുകൾ എവിടെയാണ് നടക്കുന്നത്? പ്രോസസ്സറിന്റെ തലച്ചോറല്ലേ? അതെ, അതാണ് പ്രോസസർ ലോജിക് ഡിസൈൻ. ഇവിടത്തെ പ്രധാന ആള് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, അതായത് ALU ആണ്. ഒരു ALU ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്വിസ് ആർമി നൈഫ് ഉണ്ടാക്കുന്ന പോലെയാണ്. അതെന്താ അങ്ങനെ? അതിലെ കണക്കുകൂട്ടാൻ ഒരു കാൽക്കുലേറ്റർ ഭാഗമുണ്ട്, അതായത് അരിത്മെറ്റിക് സർക്യൂട്ട്. അതോടൊപ്പം ലോജിക്കൽ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റൊരു ഭാഗവും, അതായത് ലോജിക് സർക്യൂട്ടും. ഓക്കെ. രണ്ടും ഒന്നിൽ തന്നെ. അതെ. ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ കുറച്ച് സെലക്ഷൻ ലൈനുകളുണ്ടാകും, ഒരു സ്വിച്ച് പോലെ. ഈ ALU ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്തായി എന്ന് പ്രോസസ്സറിന് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് അതിന്റെ റിപ്പോർട്ട് കാർഡുള്ളത്. റിപ്പോർട്ട് കാർഡോ? അതെ, അതാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ. ALU ഒരു ഓപ്പറേഷൻ നടത്തിയാൽ ഈ റിപ്പോർട്ട് കാർഡിൽ ചില ഫ്ലാഗുകൾ ഓണാകും. ഉദാഹരണത്തിന് കിട്ടിയ ഉത്തരം 0 എങ്കിൽ 0 ഫ്ലാഗ് ഓണാകും. ഉത്തരം നെഗറ്റീവ് സംഖ്യയാണോ, അപ്പോ സൈൻ ഫ്ലാഗ്. കണക്കുകൂട്ടലിൽ ഒരു ക്യാരി വന്നോ, അതിന് ക്യാരി ഫ്ലാഗ്. ഈ ഫ്ലാഗുകൾ നോക്കിയാണ് പ്രോസസർ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിലെ ഇഫ് എൽസ് പോലുള്ള തീരുമാനങ്ങൾക്ക് ഈ ഫ്ലാഗുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി. ഇനി ഈ യൂണിറ്റിൽ ഒരു ഷിഫ്റ്ററും അക്യുമുലേറ്ററും കൂടിയുണ്ട്. അത് ശരിയാണ്. ഷിഫ്റ്റ് ഓപ്പറേഷൻസ് മാത്രം ചെയ്യാൻ ഒരു പ്രത്യേക ഷിഫ്റ്റർ സർക്യൂട്ട് തന്നെയുണ്ടാകും. ഈ ALU, രജിസ്റ്ററുകൾ, ഷിഫ്റ്റർ ഇതെല്ലാം ചേർന്നതാണ് ഒരു പ്രോസസർ യൂണിറ്റ്. അപ്പോ അക്യുമുലേറ്റർ എന്താണ്? അത് ALUവിന്റെ ഒരു താൽക്കാലിക സ്റ്റോറേജ് സ്ഥലമാണ്. കണക്കുകൂട്ടലുകളുടെ ഇടയിൽ കിട്ടുന്ന ഉത്തരങ്ങൾ പെട്ടെന്ന് അവിടെ സൂക്ഷിച്ചു വയ്ക്കും, അടുത്ത കണക്കുകൂട്ടലിന് ഉപയോഗിക്കാൻ. മനസ്സിലായി. ഇനി പരീക്ഷയുടെ കാര്യം നോക്കിയാൽ കുട്ടികൾ എന്താണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ 3 തരം മൈക്രോ ഓപ്പറേഷൻസ് തമ്മിലുള്ള വ്യത്യാസമാണ്. അരിത്തമാറ്റിക്, ലോജിക്, ഷിഫ്റ്റ്. ഓക്കെ. പിന്നെ ALUവിന്റെ ഡിസൈൻ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് വിശദീകരിക്കാൻ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നിങ്ങളുടെ മോഡൽ ചോദ്യപേപ്പറിലെ 14ാം നമ്പർ ചോദ്യം നോക്കുന്നത് നന്നായിരിക്കും. അത് നല്ലൊരു ടിപ്പാണ്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ, അതൊരു സ്ഥിരം 3 മാർക്ക് ചോദ്യമാണ്. അതിലെ 4 പ്രധാന ഫ്ലാഗുകളും അവയുടെ ഉപയോഗവും പഠിച്ചാൽ മതി. നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാലോ? പറയാം. രജിസ്റ്ററിലെ ഡേറ്റയിൽ നടക്കുന്ന അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് മൈക്രോ ഓപ്പറേഷൻസ്. എല്ലാ കണക്കുകൂട്ടലുകളും തീരുമാനങ്ങളും എടുക്കുന്നത്
ALU എന്ന ബ്രെയിനാണ്. അതെ, ALU ഓപ്പറേഷന്റെ ഫലം ഒരു റിപ്പോർട്ട് കാർഡ് പോലെ സ്റ്റാറ്റസ് രജിസ്റ്റർ സൂക്ഷിക്കുന്നു. ഷിഫ്റ്ററും അക്യുമുലേറ്ററും ഈ പ്രോസസർ യൂണിറ്റിന്റെ ഭാഗമാണ്. അതെ, ഈ പോയിന്റ്സ് ഓർത്തുവെച്ചാൽ തന്നെ ഈ മൊഡ്യൂൾ വളരെ എളുപ്പമാണ്. ഈ വിശദീകരണം നിങ്ങൾക്ക് വളരെ സഹായകമായി എന്ന് വിശ്വസിക്കുന്നു. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. നമ്മൾ സംസാരിച്ച ALU ഒരു സമയം ഒരു ഓപ്പറേഷൻ മാത്രമേ ചെയ്യൂ. എന്നാൽ ഒരേ സമയം ഒന്നിലധികം അരിത്മെറ്റിക്, ലോജിക് ഓപ്പറേഷനുകൾ ചെയ്യാൻ കഴിവുള്ള ഒരു സൂപ്പർ സ്കെലാർ ALU എങ്ങനെ ഡിസൈൻ ചെയ്യാം? അത് ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ വേഗതയെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക?